വലിയ കാശ് മുടക്കില്ലാണ്ട് ഒരു പാവേനെ സൃഷ്ടിച്ചാലോ? ഇന്നലെ വഴി കിടന്ന് കിട്ടിയ ഒരു കുപ്പിയാട്ടോ ഇത്. ഇവനാണ് ഇതിന്റെ മെയിൻ. ഇനി ഞാൻ എടുത്തത് 2 ബഡ്സാ. 2 ബഡ്സും കൂടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ശേഷം 3-4 ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് സെന്ററിൽ തന്നെ ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കല്ലേ, ഇല്ലെങ്കിൽ വിട്ടുപോരും. ഇത് നമ്മുടെ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിന്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി ഇതേ സാധനം ഒന്ന് കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വിടർത്തി വെക്കുന്നുണ്ടേ. ഇനി നേരത്തെ ഒട്ടിച്ചതിന്റെ താഴെയായിട്ട് ഇതുപോലെ വിടർത്തി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു. ഇനി ഈ കുപ്പിയുടെ മേളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സെന്ററിൽ ഉണ്ടായിരുന്ന ബഡ്സിന്റെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ കുറച്ചുകൂടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ 2-3 സ്റ്റിക്ക് എടുത്തിട്ട് കൈ പോലെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പർ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ പഴയ ടിഷ്യൂ പേപ്പർ റോപ്പ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയിട്ട് മൊത്തത്തിൽ റൗണ്ട് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. മൊത്തത്തിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ. ശേഷം അതിന്റെ മേളിലും കൂടെ ഒട്ടിച്ചു കൊടുത്തത് ഇതുപോലെ ഒരു ഹാറ്റ് പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടേ. ഇനി അതും കൂടെ നമുക്ക് ഇതിന്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ രണ്ടാമത്തെ കൈ ഹാറ്റിലേക്കായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. കുറെ നാളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിനും ബ്ലൂ കളർ ആയതുകൊണ്ട് ഇത്തവണ ഞാനൊരു ഓറഞ്ച് കളർ പിടിച്ചു. ഈ ഡോളിന്റെ ബോഡിക്ക് ഞാനൊരു ബ്ലാക്ക് കളറാട്ടോ കൊടുത്തേ. അങ്ങനെ മൊത്തത്തിലുള്ള ഔട്ട്ലൈനിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് നമ്മുടെ ഡോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതെ, വലിയ ചെലവൊന്നും ഇല്ലാണ്ട് ഒരു പാവേനെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നില്ല ഞാൻ. ഇനിയെങ്കിലും എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട മാഷേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.